ഓക്കെ, നമ്മുടെ സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് പുള്ളിയുടെ വണ്ടിക്ക് 3 ദിവസം മുന്നേ ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പട്ടാമ്പിയുടെ അടുത്ത് കൊപ്പത്ത് വെച്ചിട്ട് പുള്ളിയുടെ BMW ബാക്കിൽ ഒരു പച്ചക്കറി ലോറി വന്ന് ഇടിച്ചതായിരുന്നു കേസ്. അതായിരുന്നു സംഭവം. അപ്പോൾ ആർക്കും പരിക്കുകളൊന്നുമില്ല എന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ ലോറിക്കാര് എന്താ പറയാ, അത് ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ പെരുമാറി എന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആക്ച്വലി ലോറിന്റെ ഡ്രൈവർ സംഭവം സമ്മതിച്ചിട്ടുണ്ട്. അതായത് പിടിച്ചവിട്ടിട്ട് കിട്ടിയില്ല, അതൊരു വളവും ഇറക്കമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സായി ആ വീഡിയോയിൽ. അപ്പോൾ വേറെ ആർക്കും പരിക്കുകളൊന്നുമില്ല. എന്നാൽ പോലും 2 പേർക്ക് ചെറിയ പരിക്കുകൾ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഈ ലോറിക്കാരൊന്നും അതിനെപ്പറ്റിയൊന്നും അന്വേഷിക്കുന്നില്ല. അതേപോലെ ഈ ലോറി ഡ്രൈവറുടെ കൂടെ ഉണ്ടായിരുന്ന ക്ലീനർ മോശം രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ ആ വീഡിയോയിൽ സായി പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും പിന്നെ പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഒരു നല്ല രീതിയിലൊരു സമീപനമല്ല ഉണ്ടായിട്ടുള്ളത് എന്ന് സായി ഈ വീഡിയോയിൽ പറഞ്ഞു കിട്ടും. സത്യം പറഞ്ഞാല് ശരിക്ക് ഈ റോഡിൽ ഇതുപോലുള്ള ചെറിയ വണ്ടികൾ നമ്മൾ എന്താ പറയാ, സഫർ ചെയ്തവന് പിന്നെയും സഫർ ചെയ്യണം എന്നുള്ളൊരു രീതിയാണ് ഇവിടെ നമുക്ക് എന്താ പറയാ ഉള്ളത്, നിലനിന്ന് പോകുന്നത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള റൂട്ടുകളിൽ സ്ഥിരമായിട്ട് ഓടുന്ന വണ്ടിക്കാർക്ക്, അതുപോലെ സ്ഥിരമായിട്ട് അപകടങ്ങളൊക്കെ വന്ന് ശീലമായ ആൾക്കാർക്ക് കുറച്ച് ധൈര്യം കൂടും. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ലോറികളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഇറങ്ങി പോകുന്ന ലോറി നമുക്ക് പിടിച്ചാൽ കിട്ടൂല. പല ലോറികളുണ്ട്. എല്ലാ ലോറിക്കാരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഇവരഴിച്ചങ്ങ് വിടുക വണ്ടി, ഒരു കാല് ബ്രേക്കിൽ വെക്കൂലുമില്ല, അങ്ങനെ അഴിച്ചങ്ങ് വിടുക ചെയ്യാം. അപ്പോൾ എല്ലാ ലോറി ഡ്രൈവേഴ്സും ഇങ്ങനെ കെയർലെസ് ആയിട്ട് ഓടിക്കുന്നവരല്ല. കുറച്ചൊക്കെ കണ്ണിച്ചോര ലോറി ഡ്രൈവേഴ്സിന് ആവാം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ ഈ വലിയ വണ്ടിയിലിരിക്കുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്ക് പരിക്കൊന്നും പറ്റൂല എന്നുള്ളത്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് ഈ നിയമങ്ങളും അതുപോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡിസൈൻ ചെയ്തത് ചിലപ്പോൾ നല്ല ഇന്റൻഷൻ വെച്ചിട്ടായിരിക്കാം, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്ത് പോണത് വേറെ രീതിയിലാണ്. ഇപ്പൊ നമുക്കിപ്പോ ഇവിടെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ IPC 279 ഒക്കെ ചിലപ്പോൾ ഇതിൽ ചാർജ് ചെയ്യാം. അതായത് അപകടകരമായ രീതിയിൽ പിന്നെ അശ്രദ്ധമായി വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞിട്ട് അതിനിപ്പോ ആകെ 1000 രൂപ ഫൈന് അല്ലെങ്കിൽ 6 മാസം തടവും ശിക്ഷയൊക്കെ ലഭിക്കാവുന്ന കുറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കേസ് ചാർജ് ചെയ്യുന്നത് പരിക്ക് പറ്റിയ ആൾക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ പോവുള്ളൂ. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉള്ള ഒരാള് സ്വാഭാവികമായിട്ട് ഇങ്ങനെ പോയി കാണാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയാ ധൈര്യം ഈ ലോറി ഡ്രൈവേഴ്സിന് ഉണ്ടാവാം. അതിലാരും കുറ്റമൊന്നും പറയാൻ പറ്റില്ല. റോഡാകുമ്പോൾ അപകടങ്ങൾ പറ്റും, എല്ലാവർക്കും പറ്റും. പക്ഷെ ഇതിപ്പോ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ള ഒരാളുടെ വണ്ടിയുടെ ബാക്കിലാണ് ഈ ലോറി ഇടിച്ചിട്ടുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ആ ഒരു സമയത്ത് അയാൾക്ക് വരുന്ന ഹോസ്പിറ്റൽ ചെലവ് നോക്കേണ്ടി വരും. അയാളുടെ വണ്ടി ഡാമേജായ വണ്ടി എന്താ പറയാ നന്നാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പൈസ അയാൾ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. അതിനുശേഷം ഇത് പിന്നെ കേസാക്കിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ പരിക്ക് പറ്റിയ ആള് ഈ റിപ്പോർട്ടും ഇതൊക്കെ കൊണ്ട് MACT കോടതിയിൽ പോയിട്ട് വേണം അയാൾക്ക് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ. അതൊക്കെ ഒരു മിനിമം 3 വർഷം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. മിനിമം 3 വർഷം എടുക്കും. ശരിക്കും പറഞ്ഞാൽ സഫർ ചെയ്ത ആള് പിന്നെയും സഫർ ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും ഇതാണ് ഇവിടെയുള്ള ഒരു സിസ്റ്റം ഇങ്ങനെയാണ് ഉള്ളത്. ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലീഫ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു എന്താ പറയാ ഈ പരിക്ക് ആരുടെ ഭാഗത്താണോ തെറ്റുള്ളത് അയാൾക്ക് പ്രശ്നമൊന്നുമില്ല. നീ പോയി കേസാക്കിക്കോന്ന് ധൈര്യമായിട്ട് പറയാൻ തോന്നുന്നത് ഇതുകൊണ്ടാണ്. ഇനിയിപ്പോ ഒരു മരണം സംഭവിച്ചാൽ പോലും കിട്ടാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ 2 വർഷം വരെ തടവാണ്, അല്ലെങ്കിൽ ഫൈനോ അല്ലെങ്കിൽ രണ്ടും കൂടെയും. അതും ബെയിലബിൾ ഒഫൻസ് ആണ്, മനഃപൂർവ്വം അല്ലാത്ത നിരഹത്യ. അതേസമയം ഭാരതീയ ന്യായ സംഹിതയിലേക്ക് വരുമ്പോൾ ഇതുപോലെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചിട്ട് പരിക്കുപറ്റി കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഫൈനും ഇംപ്രസൺമെന്റിനും മാറ്റമില്ല. പക്ഷെ ഇവിടെ മരണപ്പെട്ടു കഴിഞ്ഞാൽ 5 വർഷമാക്കിയിട്ടുണ്ട്. അതായത് ഡെത്ത് ബൈ നെഗ്ലിജൻസ് ആണെന്നുണ്ടെങ്കിൽ 5 വർഷം വരെ തടവോ ഫൈനോ കിട്ടുന്ന, അതും ബെയിലബിൾ ഒഫൻസ് തന്നെയാണ്. എന്നാലോ ഇങ്ങനെ ഇടിച്ചിട്ട് നിർത്താതെ പോയി കഴിഞ്ഞാൽ അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്.
അതേപോലെ തന്നെ 10 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ്. അപ്പോൾ ഇതറിഞ്ഞിരിക്കുക ലോറി ഡ്രൈവേഴ്സ് ഒക്കെ, അതായത് ലോറി ഡ്രൈവേഴ്സ് എന്നല്ല, റോഡിൽ ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്ന എല്ലാവരും ഇതുപോലെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയി കഴിഞ്ഞാൽ ഇനി വിഷയമാവും.